അനുമോളോട് ശരിക്കും പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എന്നാലും ബിഗ് ബോസ് പ്രൊമോഷനകത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലേ? ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന അനുമോളിലും ജിസേലിനോടയിൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാര്യം നമുക്കറിയാം കുറച്ചധികം നാളുകളായിട്ട് ഇവർക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ആ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ജിസേൽ കുറച്ച് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ അനുമോൾ മറ്റ് ഒരാളെടുത്ത് പറയുന്നുണ്ട്, ഇത്രക്ക് മുണ്ണകളായിരുന്നു ഇവിടുത്തെ ആളുകൾ, ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജിസേലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോലും നെഗറ്റീവായിട്ട് അനുമോൾ എന്നാലും സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഇവർക്കിടയിൽ എന്താണ് പ്രശ്നം? നമുക്കറിയില്ല. അനുമോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം തുടങ്ങി കാണുന്നതാണ്. ഈ പറയുന്ന ഒരു കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് എന്ത് പറഞ്ഞാലും കരച്ചിലും പിടിച്ചിലൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് വരുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അനുമോൾ. അതേസമയം ഈ പറയുന്ന ജിസൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണല്ലേ. ഓൾറെഡി ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൂടാതെ മറ്റ് റിയാലിറ്റി ഷോസിലും മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അത്യാവശ്യം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ജിസൈൽ. അപ്പോൾ ഈ ജിസൈലുമായിട്ട് മുട്ടി നിൽക്കുക എന്ന് പറയുന്ന അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊരു കാര്യം എന്തായാലും അനുമോളിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പാവത്താനും ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ കളിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജിസേൽ മുകളിലേക്ക് പോവുകയും ഈ പറയുന്ന അനുമോൾ അവിടെ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ പുറത്താകാനുള്ള സാധ്യത ഉറപ്പായിട്ടുണ്ട് എന്നൊരു കാര്യം അനുമോളിനെ പോലത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ടും ഇനി അനുമോളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസേലിനെ മാനസികമായി തളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ജിസേലിനെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാര്യം ജിസേൽ നമുക്കറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോണ്ടിങ്ങും കാര്യങ്ങളും അവിടെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആര്യനുമായിട്ടും എല്ലാം ഒരു കുഴപ്പമില്ലാത്തൊരു ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ജിസേലിന് തുടക്കം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ ബിഗ് ബോസ് റൂൾസിനെല്ലാം നിയമത്തിന് എതിരായിട്ട് കളിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യാനും എല്ലാം അനുമോൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലോ. പറയുന്ന ഒരു മേക്കപ്പിന്റെ കാര്യവും എല്ലാമായിട്ട് ഒരുപാട് ഇങ്ങനെ പുറകെ നടന്നിരുന്ന ഒരാൾ അനുമോളാണ്. നേർക്ക് നേരെ നിന്നാൽ ജിസേലിന് മുമ്പിൽ എന്തായാലും താൻ അടിപതറും എന്നുള്ളൊരു കാര്യം അനുമോളിന് നല്ല രീതിയിൽ തന്നെ അറിയാം. കാര്യം ഇന്നലെ തന്നെ അനുമോൾ പറയുന്നുണ്ട്, മറ്റുള്ളവർക്കൊക്കെ എല്ലാം ജിസേലിനെ ഭയങ്കര പേടിയാണ്, പക്ഷെ എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ജിസേൽ പറയുന്നുണ്ട്. ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അനുമോളിൽ എന്തായാലും നല്ല രീതിയിലൊരു അത്ര ഒരു കോൺഫിഡന്റ് അല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു കംഫോർട്ട് അല്ല അവർ പറയുന്നതിനകത്ത്. നമുക്ക് അതിൽ നിന്ന് തന്നെ മുഖത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിൽ തന്നെ വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അനുമോളിന് നല്ല രീതിയിലൊരു പേടിയുണ്ട്. ജിസേലുമായിട്ട് നേരിട്ട് മുട്ടിയാൽ താൻ പതറിപ്പോ അല്ലെങ്കിൽ തനിക്ക് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു നല്ലൊരു ഉറപ്പ് ഈ പറയുന്ന അനുമോളിന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് കണ്ടറിയാം ഈ പറയുന്ന അനുമോളിന്റെ അടുത്ത പ്ലാൻസ് എന്താണ്, അല്ലെങ്കിൽ ജിസേലിന് എത്തരത്തിലാണ് ഇവർ നേരിടാൻ പോവുക എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പറയുന്ന അനുമോൾ ജിസേലിനെ മലത്തിയടിക്കാനും മാത്രം കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അനുമോൾ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.